ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തമ്പ്ലേം കണ്ട പോലെ തന്നെ ഇന്ന് മോഡിഫിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതൊരു വലിയൊരു ക്രൈം തന്നെയാണ്, ഇപ്പോൾ വലിയൊരു ക്രൈമാണ് മോഡിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കുടിച്ചിട്ടുണ്ടോടാ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ള അതെന്ത് സാധനം? അപ്പോൾ എന്നാലും നമ്മുടെ കാര്യത്തിലിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇന്നോട് നോക്കാൻ പോകുന്നത് മോഡിഫിക്കേഷനെ കുറിച്ചാണ്. മോഡിഫിക്കേഷൻ ഇപ്പോൾ MVD വലിയൊരു സീനാക്കി എല്ലാവരെയും പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. MVD ഇപ്പോൾ ടാർജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരെയും ഒരു സിമ്പിൾ കേസ് പോലും വെറുതെ വിടാണ്ട് എല്ലാവരും പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു സാമാന്യ ഒരു ഇതിൽ ദയയില്ലാത്തൊരു രീതിയിലാണ് അവർ പിഴയും കാര്യങ്ങളൊക്കെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു അലോവിക്ക് 5000 രൂപ എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു പിഴ ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് വീഡിയോസ് നോക്കാം. നമ്മുടെ മല്ലു ട്രാവൽ ഷാക്കീർ ബ്രോയും അതേപോലെ തന്നെ നമ്മുടെ വിക്കി ബ്രോയും പറഞ്ഞ കുറച്ച് കാര്യങ്ങളും പിന്നെ 1-2 വോയിസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡിഫിക്കേഷൻ ചെയ്ത വാഹനം റോഡിൽ ഇറക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പണ്ട് മുതലേ ഒരു പിഴ തരുന്നുണ്ട്, നമ്മൾ ആ ഫൈൻ അടയ്ക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രീം ലെവൽ 4 അലോ ഇട്ട വണ്ടി പൊക്കി അതിൽ ഓരോ അലോയ്ക്കും 5000 രൂപ വെച്ച് 4 അലോയ്ക്ക് കൂടെ 20,000 രൂപയാണ് അവർ പെറ്റി കൊടുക്കുന്നത്. ഇത് ഒരു മര്യാദയൊക്കെ വേണ്ടേ? നമ്മളും അരിയാഹാരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് 4-5 കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു അലോയ് ആയിക്കോട്ടെ, നോർമൽ ഒരു സ്റ്റിക്കർ ആയിക്കോട്ടെ, ഇത് നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നുമല്ല. ഒരു ആക്സസറീസ് ഷോപ്പിൽ പോയി പൈസ കൊടുത്ത് ടാക്സും കൊടുത്ത് GSTയും കൊടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങുന്നത്. ഈ ഷോപ്പിലോട്ട് ഈ സാധനം എത്തുന്നതോ ഗവൺമെന്റിന്റെ പെർമിറ്റ് കിട്ടിയതിന് ശേഷം. ഈ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ചെടി വെച്ച് നനയ്ക്കാനല്ലോ, ഈ വണ്ടിയിൽ കയറ്റാൻ തന്നെ അല്ലേ. അതിനുശേഷമല്ലേ ഈ പെർമിറ്റ് കൊടുത്ത് ഈ സാധനം ഷോപ്പിലോട്ട് എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്ന ഒരു പോയിന്റ് ആണ് സേഫ്റ്റി. ഓൾട്ടർ ചെയ്ത വാഹനത്തിൽ തീരെ സേഫ്റ്റി ഇല്ല. 4 അലോയും 4 സ്കേർട്ടും കയറുമ്പോൾ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അംഗീകരിച്ചു കൊടുക്കാം. ഒരു 100 ആക്സിഡന്റ് കേസസ് എടുക്കട്ടെ, അതിൽ എത്ര നോർമൽ വാഹനങ്ങളാണ്, എത്ര മോഡിഫൈഡ് ചെയ്ത വാഹനങ്ങളാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ആളുകളുടെ സുരക്ഷയാണ് നോക്കുന്നത്. ഷോറൂമിൽ നിന്നും പുതിയതായി വാങ്ങുന്ന പല വാഹനങ്ങൾക്കും 5-ൽ 2 സ്റ്റാർ ആണ് ക്രാഷ് ടെസ്റ്റുകളിൽ കിട്ടിയിട്ടുള്ളത്. ചുമ്മാ ബോണത്തിലൊന്ന് തൊട്ടാ ചളുങ്ങുന്ന വാഹനങ്ങൾ ഇപ്പോഴും പുതിയതായിട്ട് 5-6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്തുകൊണ്ടാണ് അതൊന്നും ബാൻ ചെയ്യാത്തത്? അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൽ LED ലൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൽ HID ലൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്നും വെള്ള വെട്ടമാണ് വരുന്നത് എന്ന പേരിൽ പെറ്റി വരുന്നുണ്ട്. ഈ ലൈറ്റിനൊക്കെ 10-4000 രൂപയുള്ളൂ. പക്ഷേ ഈ പെറ്റി 10-5000 രൂപയൊക്കെയാണ് അതിലും വരുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ ഫോർച്യൂണർ, ടൊയോട്ട ഇന്നോവ, ബെൻസ്, BMW, എന്തിനധികം പറയണം, ഹോണ്ട ആക്ടീവയ്ക്ക് പോലും ഇപ്പൊ HID ലൈറ്റാണ് ഹെഡ് ലൈറ്റിൽ കൊടുക്കുന്നത്. ഇത് ഗവൺമെന്റ് പെർമിറ്റ് കൊടുത്തതിന് ശേഷമല്ലേ നാട്ടുകാർ മേടിക്കുന്നത്? പിന്നെ എല്ലാം ശരിയാണ് എന്നിവിടെ ആരും പറയുന്നില്ല. തെറ്റുകളുണ്ട്. എക്സോസ്റ്റിന്റെ സൗണ്ടിന്റെ കാര്യം, ശബ്ദ മലിനീകരണം സമ്മതിച്ചു തരാം. പക്ഷേ അവിടെയും മിനി കൂപ്പറും മസ്താങ്ങും കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എക്സോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് കമ്പനി വരുമ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കും. പുറത്തുനിന്ന് സാധാരണക്കാരെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവനാണ് പണി. ഒരിക്കലും നിയമത്തിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിക്കുകയോ അല്ല. ഒന്നെങ്കിൽ ഈ പറയുന്ന ആക്സസറീസ് നിങ്ങൾ ബാൻ ചെയ്യുക, അത് വിൽക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക. ഇത് നിങ്ങൾ വിൽക്കാനുള്ള പെർമിറ്റ് കൊടുത്തതിന് ശേഷം സ്ഥാപനങ്ങളിൽ എത്തിയതിനു ശേഷമാണ് സാധാരണക്കാർ പോയി പൈസ കൊടുത്ത് ഇത് വാങ്ങുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇത് അപ്രൂവൽ കൊടുക്കുകയും ചെയ്യുന്നു. അതേ ഗവൺമെന്റിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ ഇത് തെറ്റാണെന്ന് പറയുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മണ്ടന്മാരാണ്. ഇതിന്റെ നിയമത്തിനെതിരെ ഒരു കേസ് ഇനിയും കൊടുക്കണമെങ്കിൽ അതങ്ങ് സുപ്രീം കോർട്ടിൽ തന്നെ പോകണം. സുപ്രീം കോർട്ടിൽ ഒരു കേസ് ആ ഒരു സമയം അറിയാം, 5 ലക്ഷം രൂപയാണ് ഒരു സിറ്റിങ്ങിന്. അതിനി വക്കീല് നമ്മളുടെ കയ്യിലുണ്ട്, അവൻ വെറുതെ വാദിക്കാന്ന് പറഞ്ഞാൽ പോലും 2.5 ലക്ഷം രൂപ അവിടെ ഡോക്യുമെന്ററി ഫീ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊണ്ട് കൊടുക്കണമല്ലോ. ഈ ഇതിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആ ഡോക്യുമെന്റ് അവിടെ അവർ വിലയിരുത്തണമെങ്കിൽ 2.5 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ പറഞ്ഞത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു കൂട്ടായ്മ വേണം, നല്ല സൗഹൃദം വേണം. ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സുകാർക്ക് അവർക്ക് വേണ്ട നിയമം, പെയിന്റിങ്ങിന്റെ ഒരു ഇഷ്യൂ വന്നായിരുന്നു, അവരിപ്പോ അതിനെതിരെ കൂട്ടായ്മയായിട്ട് നിന്ന് അത് നേടിയെടുത്തു. അപ്പൊ നല്ലൊരു സൗഹൃദമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും പൈസയൊക്കെ ആരെങ്കിലും ഒരാൾ ഇറക്കുവോ? എനിക്കറിയത്തില്ല. പിന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് വോയിസ് റെക്കോർഡിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ. അപ്പം എല്ലാവർക്കും ബില്ല് ഇതേപോലെ പെറ്റി അടിക്കുന്നുണ്ട്. പക്ഷെ ആരും ബില്ല് ചോദിച്ചാൽ ബില്ലൊന്നും കാണിക്കുന്നില്ല. അതുപോലെ എനിക്ക് അതിനകത്തൊരു തെറ്റ് പറ്റി. ഞാൻ ബില്ല് ചോദിക്കാതെ ആള് പറഞ്ഞത് വിശ്വസിച്ച്
₹5000 ഓരോ അലോയ്ക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു ഫേക്ക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു, എനിക്ക് 25,000 അടിച്ചു, എനിക്ക് 30,000 അടിച്ചു. അതിങ്ങനെ പലരും ഒരേ കാര്യം തന്നെ ഇങ്ങനെ റേറ്റ് കൂട്ടുമ്പം മുതലെടുക്കരുത് സജി. അതപ്പോൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ അതിന്റെ പേരിൽ MVDക്ക് എന്നോട് എന്തോ വിഷമമൊക്കെ ഉണ്ട്, കേസൊക്കെ പോകുന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾ കൂടെ, അത് നമുക്കൊന്നുമില്ല, അത് വേറെ കാര്യം. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്തോണ്ട് വണ്ടി ഇറങ്ങുക. ഇനിയിപ്പം എന്താ പറയുക, MVD മാവന്മാരെ പേടിച്ചിട്ട് എറണാകുളത്ത് ഞാൻ വണ്ടി മിക്കവാറും ലോറിയിലാണ്. വണ്ടി പൊക്കിയാലോ. മോഡിഫിക്കേഷൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും എന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കി തരുമോ കേരളത്തിലെ? അടുത്ത ഇലക്ഷനിൽ ഞാൻ നിന്നാൽ നിങ്ങൾ എന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കിയാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന പ്രോമിസ് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഏത് തരത്തിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഞാൻ പുതിയ നിയമം കൊണ്ടുവരും. നിങ്ങൾക്ക് എന്താണത്? നിങ്ങൾ വണ്ടി നിങ്ങൾക്ക് 10 ടയർ കയറ്റണം, 20 ടയർ കയറ്റണം, അല്ല നിങ്ങൾക്ക് പച്ച പെയിന്റാ, നീല പെയിന്റ്, ഇനി പെയിന്റേ വേണ്ടേ, നിങ്ങൾക്ക് ബമ്പർ വേണം, അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഇഷ്ടമില്ലല്ലോ നിങ്ങൾക്ക് വണ്ടി നിങ്ങളെ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊണ്ടുവരാനല്ലേ പുതിയ നിയമം ഞാൻ കൊണ്ടുവരും. സത്യം. ഷബീർ നമ്മൾ ഹോം മിനിസ്റ്റർ ആയിക്കോട്ടെ. ഷബീർ വണ്ടിയൊന്നും മോഡിഫിക്കേഷൻ ചെയ്യണ്ട, ഞാൻ ചെയ്യും. എന്താ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ ടാക്സും കൊടുത്ത് മേടിച്ച പാർട്സ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് എനിക്ക് അവകാശമില്ല. പോയിട്ട് പണിയണം നോക്കാൻ പറ. നാട്ടിൽ വന്ന പച്ചക്ക് ഞാൻ ചെയ്യും, ബാക്കി വേരുണ്ട് വെച്ചിട്ട് വേണം. ഇവർ വന്നിട്ട് ആരോ തന്നെ ഉരുട്ട്. അവർ മനുഷ്യന്മാരല്ലേ. ആമിന എറണാകുളം നിന്ന് എടുത്തു വരുമ്പം പൊക്കുന്ന MVD ആരാണ്, അവനായിരിക്കും കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ നാണം കിടുന്ന MVD. സത്യം. ഞാൻ ആ വണ്ടി എറണാകുളം നിന്ന് ഓട്ടിയിട്ട് തന്നെ പോകും. ആ വണ്ടിയുടെ ഏകദേശം 70% മോഡിഫിക്കേഷൻ, കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റുകളാണ്. 70%. 5 രാജ്യങ്ങളിൽ ഓടിയിട്ട് പിന്നെ പിടിച്ചിട്ടില്ല. എന്നിട്ട് കേരളത്തിൽ എത്തിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനും ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? സേഫ്റ്റി ആണെങ്കിൽ ഇത്രയും രാജ്യങ്ങളിൽ ഓടിയിട്ട് എനിക്ക് അതുകൊണ്ട് യാതൊരു സേഫ്റ്റി പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇത്രയും ടെറൈനോട്, ഇത്രയും ക്ലൈമറ്റിലൂടെ ഓടിയിട്ട് എനിക്ക് ഒരു സേഫ്റ്റി പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ വണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നത് മോർ കംഫർട്ട്, മോർ സേഫ്റ്റിക്ക് വേണ്ടിയില്ല. എന്നിട്ട് ആ വണ്ടി എന്തെങ്കിലും മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് MVD കൈയാണിച്ച് പിടിച്ച് ഫൈനിട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടെ. കാരണം ഇവർ രണ്ടുപേരും പറഞ്ഞാട്ടെ, എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചേഞ്ച് വരുന്നത്? നമ്മുടെ ഈ കേരളത്തിലാണ് ഇങ്ങനത്തെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ക്രൂരമായിട്ട് നമ്മുടെ മേത്ത് പിഴയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്. ഞാൻ വെച്ച് നോക്കുമ്പോൾ പുറത്തും നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ആയാൽ പോലും ഇത്രയും ഒരു സീനില്ലാന്ന് തോന്നുന്നു. എന്തായിരിക്കും ഇവർക്ക് നമ്മളോട് ഇത്ര? നമ്മളിപ്പോൾ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ അന്യനെ പോലെ നമ്മളൊരു ആ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടിനെയൊക്കെ കൊണ്ടു നടക്കുന്നത്. നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരനെ പിടിച്ചു. മറ്റേ ലിവർ ഹാർഡ് വെച്ചിട്ട് ഒരു പ്രൊട്ടക്ടർ ഇല്ലേ V3, അത് വെച്ചിട്ട് പിടിച്ചു. 500 രൂപ ഫൈൻ കൊടുത്തു. നമ്മൾ ഈ സാധനം വെക്കുന്നത് എന്തിനാണ്? മറ്റുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ലിവർ ഗാർഡ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. നമ്മളെ വണ്ടി മറിഞ്ഞാലോ നമ്മൾ വണ്ടി എന്താ പറ്റിയാൽ പോലും ലിവർ ഗാർഡ് ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ടും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇത് സേഫ്റ്റി അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പിഴ അടച്ച് 500 രൂപ നമ്മൾ ഈടാക്കിയത്. ഇപ്പോൾ വിക്കി ബ്രോ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് തന്നെ അപ്രൂവ് കൊടുക്കും. GST കാര്യങ്ങളൊക്കെ അടച്ച്, ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ഗവൺമെൻറ് തന്നെ ഇത് വിറ്റോളാൻ പറഞ്ഞ അപ്രൂവൽ കൊടുക്കും. എന്നിട്ട് ഇത് മേടിച്ച് വെക്കുന്ന നമ്മളെപ്പോലുള്ളവന്മാർ മണ്ടന്മാരും നമ്മളതിന് ഫൈൻ അടയ്ക്കാൻ വേണം. ഈ ഒരു സിസ്റ്റമാണ് മാറ്റേണ്ടത്. നമ്മളെപ്പോലെയുള്ളവർ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്കിത് ഇതായി പോകും. MVDക്ക് ടാർജറ്റ് ഉണ്ട്. അത് ഈ കൊറോണയുടെ ടൈമിൽ ആലോചിക്കും. പണിയും ഇല്ല, കാശിന് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇവർക്ക് ഇതൊന്നും സീനില്ല. നമ്മൾ ഫണ്ട് കൂട്ടി വെച്ച് 5ഉം 10ഉം കൂട്ടി വെച്ചിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് സിറ്റുവേഷൻ നോക്കാതെയാണ് അവർ ഫൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ഈ 10,000 ഫൈൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഫോണിൻ്റെ പഞ്ചായത്തൊക്കെ ഫോണിൻ്റെ EMI വണ്ടിയുടെ ലോണൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു മാസം കോവിഡിൻ്റെ സീനൊക്കെ ഉള്ളതുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 10,000 മാസം ഈ പറയുന്ന MVDയും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ഒരു സാമാന്യം ഒരു നല്ലൊരു ഇതല്ല. അതിന് വേണ്ടി നമ്മൾ പ്രതികരിക്കാതെ നമ്മളിപ്പോൾ ഫൈനൊക്കെ അടച്ച് നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മുടെ തലയിലിട്ട് തന്നെ അവർ പിന്നെയും വന്ന് കയറും. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് മോഡിഫിക്കേഷൻ സാധനങ്ങൾ, ഔട്ടറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും കടകൾ വിൽക്കരുത്. അപ്പോൾ നമ്മൾ മേടിച്ച് വയ്ക്കില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് മേടിച്ച് വയ്ക്കാൻ കിട്ടില്ല, നമ്മൾ മേടിച്ച് വയ്ക്കാനില്ല. ഇത് കടകളിലൊക്കെ വിൽക്കാം. കടകൾ GST ടാക്സ് ഒക്കെ അടച്ചിട്ട് കടകളിൽ വെക്കണമെന്ന് ഒരു കുഴപ്പമില്ല. നമ്മൾ മേടിച്ച് വെക്കുമ്പോഴാണ് കുഴപ്പം. അതെങ്ങനെയാണ് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകുന്നത്? പല ആൾക്കാരുടെ അടുത്തും പറയുമ്പോൾ അവർക്ക് പറയാൻ വേണ്ടി പല ന്യായങ്ങളുണ്ടാവും. ഇപ്പോൾ മദ്യം വിൽപ്പനയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മദ്യമൊക്കെ നമുക്ക് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് അടിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ ഉടായ്പ് ഇതൊക്കെ പറയും. അതേപോലെയാണ് ഇത്.
എനിക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങനെ നിങ്ങളൊക്കെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പ്രതികരിച്ച് നമ്മളൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോയി ഇതിനെ പ്രതികരിക്കുക. നമുക്കിപ്പോൾ ഈ നിയമം മാറ്റിക്കളയാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. മാറ്റിക്കളയാൻ പറ്റിയില്ലെങ്കിൽ ഈ പിഴയുടെ ഒരു ഇതെങ്കിലും പരമാവധി നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനൊരു ഇത് കൊണ്ടുവന്നാൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് ഒരു വണ്ടിയിൽ സാധനം വെച്ചിട്ട് ഇതുവരെ ആൾക്കും ഒരു അപകടങ്ങൾ പറ്റാൻ വേണ്ടിയിട്ടില്ല, നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ക്രാഷ് കാർഡ് ഇതങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. സൈലൻസറൊക്കെ വെച്ച് പൊട്ടിച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ എന്ന് പറയാം, അവർ പറയണമെങ്കിൽ ഇതുണ്ട്. എന്നാൽ പോലും ഇതിനെ നമ്മൾ പ്രതികരിക്കുക. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെ നമുക്ക് പ്രതികരിക്കാതെ വിട്ടിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വണ്ടി മോഡിഫൈ ചെയ്ത വണ്ടി സേഫ്റ്റിക്ക് വേണ്ടി എന്തായാലും ക്രാഷ് കാർഡ്, ആൻ കാർഡ് ഇതേപോലെയുള്ള സാധനങ്ങൾ വെക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് MVD കണ്ട് പിഴ ചമത്തും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ എടുത്ത് രേഖപ്പെടുത്താം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.